അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഅലമു ആഖിറ അഹ്ലിൻ നാർ ഖുറൂജൻ മിൻഹാ, നരകത്തിൽ നിന്ന് അവസാനം പുറപ്പെടുന്ന ഒരാളെ എനിക്കറിയാം. താൻ ചെയ്ത തിന്മകളെല്ലാം, താൻ ചെയ്ത പാപങ്ങളെല്ലാം എല്ലാം അനുഭവിച്ച് നരകത്തിൽ ഇങ്ങനെ കത്തിക്കരിഞ്ഞുകൊണ്ട് അവസാനമായി സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ എനിക്കറിയാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിന്റെ ഭയാനകത ഒന്നും കൂടി മനസ്സിലാക്കണ്ടേ. എന്താണ് നരകമെന്ന് പറഞ്ഞാൽ? നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ നരകത്താലുള്ള തീന്റെ ഒരു ചെരുപ്പ് അല്ലാഹു ധരിക്കാൻ പറയുമെന്ന്. തീനാലുള്ള ചെരുപ്പ് അല്ലാഹു ധരിപ്പിക്കും. ആ ചെരുപ്പ് ധരിച്ചാൽ കാല് മുതൽ തല വരെ തിളച്ചു മറിഞ്ഞ് കുടൽമാലകളും ആമാശയങ്ങളും ഗർഭപാത്രങ്ങളും ശരീരവും എല്ലാം വെന്തുരുകി, തലയിൽ നിന്ന് തലച്ചോറ് വെന്തുരുകി ഒഴുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ശിക്ഷയാണത്. പക്ഷേ ആ ശിക്ഷ അനുഭവിക്കുന്ന കബറാളി, ആ ശിക്ഷ അനുഭവിക്കുന്ന നരകക്കാരൻ വിചാരിക്കുന്നത്, അല്ലാഹുവേ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ നീ എനിക്ക് തന്നത് എന്നാണ്. പക്ഷേ അത് ഏറ്റവും ചെറിയ ശിക്ഷയായിരുന്നു. മനസ്സിലായോ? ഖബറിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണ് എന്ത്? ഒരു ചെരുപ്പ് ധരിക്കാൻ കൊടുക്കും. ചെരുപ്പ് ധരിച്ചാല് ഒക്കെ തിളച്ച് തലച്ചോറടക്കം പൊട്ടി തലച്ചോറിങ്ങനെ ഒഴുകി ഒലിക്കും. പക്ഷെ അയാൾ വിചാരിക്കെന്താ, അല്ലാഹുവേ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ എനിക്കാണല്ലോ തന്നത് എന്നാണ് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ വിചാരിക്കുന്നത്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ മാലാഖമാർ തസ്ബീഹ് ചെല്ലുന്ന, ദിക്ർ ചെല്ലുന്ന ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നുവരും. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നേരെ അല്ലാഹുവിന്റെ സന്നിധിയിലേക്കാണ് അവർ പുറപ്പെടുന്നത്. അല്ലാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ, യുസബ്ബിഹൂനക, നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നുണ്ട്. യുമജ്ജിദൂനക, നിനക്ക് വേണ്ടി യാ മജീദ് യാ മജീദ് എന്ന് നിന്നെ തംജീദ് ചെല്ലുന്നുണ്ട്. നിനക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ചെല്ലുന്നുണ്ട്. നിനക്ക് വേണ്ടി തക്ബീർ ചെല്ലുന്നുണ്ട് എന്ന് അല്ലാഹുവിനോട് മലക്ക് പറയുമ്പോൾ, ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പുറപ്പെടുന്ന മാലാഖമാര് നാളെ അല്ലാഹുവിനോട് നമ്മെ കുറിച്ച് പറയാനുണ്ട്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മളെ കുറിച്ച് പറയും, നമ്മൾ തസ്ബീഹ് ചൊല്ലി, ഹംദ് ചൊല്ലി, തക്ബീർ ചൊല്ലി, തഹ്ലീൽ ചൊല്ലി ഇൽമിന്റെ സദസ്സാണ്. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ മലക്കുകൾ നാളെ അവിടെ പോയി അല്ലാഹുവിനോട് നമ്മളെ കുറിച്ച് പറയും. അല്ലാഹു ചോദിക്കും, എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? മിൻ അയ്യി ശൈഇൻ യതഅബ്ബദൂൻ, എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? അല്ലാഹുവിനോട് മലക്കുകൾ പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവർ കാവൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും ഒരു സെക്കൻഡ് പോലും ഈ നരകത്തിൽ കടത്തല്ലേ അല്ലാഹു. ഇത് പോയിട്ട് മലക്കുകളോട് പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവർ കാവൽ തേടുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിൽ കിടക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത് അവൻ വിജയിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളെയൊക്കെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ എന്നിങ്ങനെ ദുആ ചെയ്യ, അല്ലാഹുവേ അദാബില്ലാത്ത നരകമില്ലാത്ത സ്വർഗം എനിക്ക് തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാം. ഹിസാബില്ലാത്ത നരകമില്ലാത്ത സ്വർഗം നീ എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗം എല്ലാവർക്കും കിട്ടും.
മുസ്ലിമായ എല്ലാവർക്കും സ്വർഗമുണ്ട്. പക്ഷെ എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ നരകക്കാരൻ അവസാനമായി നരകത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരാളെ എനിക്കറിയാം. വർഷങ്ങളോളം നരകത്തിന്റെ ശിക്ഷയിൽ കത്തിച്ചൊരിക്കുന്ന തീക്കുണ്ടാരത്തിൽ കിടന്നു വെന്തുരുകി അവസാനം ദുനിയാവിൽ ചെയ്ത തിന്മകളെല്ലാം അള്ളാഹു കഴുകിക്കളഞ്ഞ ശേഷം അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളെയും എനിക്കറിയാം. ആരാണയാൾ? നരകത്തിൽ നിന്ന് ഇടഞ്ഞുകൊണ്ടാണ് അയാൾ സ്വർഗത്തിലേക്ക് കടന്നു വരിക. നരകത്തിന്റെ വേദനാജനകമായ കൈപ്പേറിയ അനുഭവങ്ങളെ സഹിച്ച ശേഷം ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞയാ കടന്നു വരും. അപ്പോഴാണ് അല്ലാഹു അയാളെ വിളിക്കുന്നത്, വേഗം പോയിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോ. നരകത്തിൽ നിന്ന് ഇഴഞ്ഞു വരികയാണ്. അപ്പോഴാണ് അല്ലാഹു അയാളെ വിളിക്കുന്നത്, വേഗം സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ ആ സഹോദരൻ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്വർഗത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ സ്വർഗം നിറഞ്ഞു, വാതിലടക്കപ്പെട്ടതുപോലെ സ്വർഗത്തിലൊരിഞ്ച് സ്ഥലമില്ല, പ്രവേശിക്കാൻ സ്ഥലമില്ലാതെ അവിടെ മുഴുവനും ഹൗസ്ഫുള്ളായതുപോലെ തോന്നും. നേരെ തിരിച്ച് അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരും. അല്ലാഹുവേ, നീ സ്വർഗത്തിലേക്ക് പോവാൻ പറഞ്ഞു. പക്ഷേ സ്വർഗം അല്ലാഹുവേ നിറഞ്ഞിരിക്കുകയാണ്, ഹൗസ്ഫുള്ളാണ്. എങ്ങനെയാണ് അവിടേക്ക് പോവുക? അല്ലാഹു പറയും, ഫദ്ഖുലിൽ ജന്ന, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, ഇപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറഞ്ഞു. രണ്ടാമതും ആ സഹോദരൻ പോകുമ്പോൾ ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മൽആ, രണ്ടാമത് പോകുമ്പോഴും സ്വർഗം നിറഞ്ഞതുപോലെ അതിൽ സ്ഥലമില്ലാത്തതുപോലെ അയാൾക്ക് തോന്നുകയാണ്. വീണ്ടും അയാൾ മടങ്ങി വരുന്നു. യാ റബ്ബി വജദ്തുഹാ മൽആ, അല്ലാഹുവേ, ഞാൻ രണ്ടാമത് പോയപ്പോഴും സ്വർഗം നിറഞ്ഞിരിക്കുകയാണല്ലോ. അല്ലാഹു മൂന്നാമതും അയാൾ കടന്നു വന്നപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഫദ്ഹബ്, വേഗം പോയിക്കോ, ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോ. ഫഇന്നലക മിത്ല ദുനിയാ വഅശറത അംസാലിഹാ, ദുനിയാവിന്റെ 10 ഇരട്ടി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുമിച്ച് പോയിട്ടുണ്ട് എന്ന് അല്ലാഹു ആ സഹോദരനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായോ? അവസാന നരകത്തിൽ നിന്ന് വരുന്ന, ചുരുക്കി പറഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിൽ കയറുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഓഫറാണ് ലാസ്റ്റ്. ഇപ്പൊ നാട്ടിൽ തെറ്റ് മാത്രം ചെയ്ത് ജീവിച്ചു, പക്ഷെ മുഅ്മിനായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായ ഒരാളാണ്, പക്ഷെ ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ഒരാൾ. ഇവിടെ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്ത ആളുകളായിരിക്കും ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോവുക. അയാൾക്ക് അല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ആദ്യം പോകുന്ന ആളുകൾക്ക് കിട്ടാനുള്ള ഓഫർ എന്ത്? അല്ലാഹു പറയാണ്, ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടിയും നിനക്ക് സ്വർഗത്തിലുണ്ട്, വേഗം പോയിക്കോ എന്ന് അല്ലാഹു അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളോട് പറയുമ്പോ അയാൾ പറയാണ്, അല്ലാഹുവേ, നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാ, അവസാനമായി ഞാൻ നരകത്തിൽ നിന്ന് വന്നതാണ് ശരി തന്നെ, ദുനിയാവിൽ പാപങ്ങൾ ചെയ്ത ആളാണ് ശരി തന്നെ, പക്ഷേ അല്ലാഹുവേ, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാ, നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാ, മലിക്, നീയാണ് രാജാതിരാജൻ, നീയാണ് ഇന്നത്തെ അധികാരി, നിന്റെ കയ്യിലാണ് ലോകത്തിന്റെ ചെങ്കോലുള്ളത്, നീയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, എന്നിട്ട് നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാ, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാ എന്ന് അല്ലാഹുവിനോട് സഹോദരൻ പറയുമ്പോ ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. എന്നെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി എന്ന് റാവി റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് അല്ലാഹു അദ്ദേഹത്തിന് നൽകുന്നത് ദുനിയാവിന്റെ 10 ഇരട്ടി ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദ്യം പോകുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠത എന്തായിരിക്കും?